NGO യൂണിയൻ കായംകുളം ഏരിയ സമ്മേളനം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ യോജിച്ചുള്ള പോരാട്ടം നടത്തണമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടം നടത്തുവാൻ കേരള NGO യൂണിയൻ കായംകുളം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കായംകുളം SNDP യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റുകൾ അവർ ഭരണാധികാരത്തിന്റെ സ്വാധീനങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ല, ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് എന്ന നിലയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നയത്തിൻ്റെ കാര്യത്തിൽ BJPയുമായി യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ, തൊഴിലാളികൾക്കെതിരായി ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി നിലനിൽക്കുമ്പോഴും ആ നയത്തിനെതിരായി കോൺഗ്രസിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വച്ചു പുലർത്തുമ്പോൾ തന്നെ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സ്വീകരിക്കുന്ന, പലപ്പോഴും അവർ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് വർഗീയതയുമായി സന്ധി ചെയ്യുന്ന സമീപനം ആണ് സ്വീകരിക്കുന്നതെങ്കിലും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്ന വിശാലമായ താല്പര്യം പരിരക്ഷിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വിശാലമായ മുന്നണി രാജ്യത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ എല്ലാവരും യോജിച്ച് അണിനിരക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരായി ഈ ഗവൺമെന്റിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കടന്നാക്രമണങ്ങൾ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ, നമുക്കറിയാം, രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തന്നെ അംബേദ്കർക്കെതിരായി നടത്തിയിട്ടുള്ള പരാമർശം. അദ്ദേഹത്തെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ മാത്രമല്ല, രാജ്യത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മുന്നേറ്റങ്ങൾ, പോരാട്ടങ്ങൾ, ഇടപെടലുകൾ അവയാകെ തമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാട് നമ്മുടെ രാജ്യത്തിലെ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും ചരിത്രപരമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് പ്രത്യക്ഷ രൂപം കൈവരിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ. ഏരിയ പ്രസിഡന്റ് S ജലാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അജിത് S ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ A ഷീബ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹികളായി KR രാജേഷിനെ പ്രസിഡന്റായും R രമേശ്, S സുമേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, അജിത് S ചന്ദ്രനെ സെക്രട്ടറിയായും, M വിനോദ്, B സുരേഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, A ഷീബയെ ട്രഷററായും തെരഞ്ഞെടുത്തു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C സലീഷ്, പ്രസിഡന്റ് L മായ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P സുജിത്ത്, PC ശ്രീകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ I അനീസ്, CC നായനൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.